ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എനിക്കൊരു ഫുട്ബോളിൻ്റെ മാച്ച് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ നേരെ ഒന്നാംകുറ്റി ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ബസ്സിനുള്ളിൽ കയറി. ഞാൻ തനിച്ചല്ല വന്നത്, എൻ്റെ കൂടെ ഇവനും ഉണ്ട്. അങ്ങനെ ഞാൻ അവനോട് ചാരുമൂട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ബാക്കിയുള്ളവന്മാരെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള അടുത്ത ബസ് കയറി. അതിനുള്ളിലാണ് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ നേരെ ഗ്രൗണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നടന്നപ്പോഴത്തേക്കും ഗ്രൗണ്ട് എത്തി. ഇതാണ് ഗ്രൗണ്ട്. അങ്ങനെ ആ ഗ്രൗണ്ടിൽ ചെന്നപ്പോഴത്തേക്കും ഞാൻ സായിയെ കണ്ടു. ഇവനെ എനിക്ക് അറിയായിരിക്കും, ഇവൻ പാട്ടൊക്കെ പാടാറുള്ളതാണ്. അങ്ങനെ കളിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചായ കുടിക്കാന്ന് വെച്ചു. അങ്ങനെ ഗ്രൗണ്ടിന് അടുത്തുള്ള ഒരു കടയിൽ നിന്നൊരു ചായയും കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് മാച്ചിന് വേണ്ടി ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കളിക്കുമ്പോൾ പ്രോട്ടീൻ തിന്നുന്ന ദേവനെയാണ് നിങ്ങളെ കാണുന്നത്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നേരെ തിരിച്ച് വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. കളിയുടെ സ്കോർ ഞാൻ പറയുന്നില്ല, അത് കമന്റ് ബോക്സിൽ കാണും. കളി കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ചെന്നെയാ, അപ്പോഴത്തേക്കും ബാഗ് എടുക്കാൻ മറന്നു. ഇപ്പൊ തിരിച്ച് നടന്നുകൊണ്ടിരിക്കും. ബാഗ് കിട്ടി. പോലീസുകാർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഉള്ളിൽ കയറിയപ്പോൾ ബാഗ് പോലീസുകാരെടുത്ത് തന്നു. അങ്ങനെ ബാഗൊക്കെ എടുത്തുകൊണ്ട് തിരിച്ചു പോകുമ്പോഴാണ് അടുത്ത പ്രശ്നം. വേറെ ഒന്നുമല്ല, ഈ സായയുടെ തൊപ്പി പറന്നു പോയി. ഇന്ന് ഫുള്ള് മൊത്തത്തിൽ പ്രശ്നമാണ്. അങ്ങനെ തിരിച്ചു പോയി തൊപ്പിയൊക്കെ എടുത്ത് വീണ്ടും നേരെ ബസ് സ്റ്റോപ്പിലേക്ക്. റിച്ച് ആയിട്ടുള്ള ദേവനെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് ഞാനും ദേവനും നേരെ ബസ്സുകളിലേക്ക് കയറി. അങ്ങനെ അന്നത്തെ ഫുൾ പരിപാടി കഴിഞ്ഞിട്ട് ഞാനും അവന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗായ്സ്, ബൈ.